ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് വളരെ വ്യത്യസ്തമായ രീതിയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചിക്കൻ മന്തിയുടെ റെസിപ്പിയുമായിട്ടാണ്. ഈ മന്തി ഉണ്ടാക്കാൻ കുഴിയും വേണ്ട, കുക്കറും വേണ്ട, വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ മന്തിയാണ്. ചിക്കൻ മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 4 കപ്പ് ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. ഇത് ഇന്ത്യ ഗേറ്റിൻ്റെ വൈറ്റ് സല്ല ബസ്മതി റൈസാണ് കേട്ടോ. അപ്പോൾ നീളം കൂടിയ ബസ്മതി റൈസ് വേണം എടുക്കാൻ, മന്തിയൊക്കെ ഉണ്ടാക്കാൻ. അപ്പോൾ നന്നായി കഴുകിയെടുത്ത അരിയിലേക്ക് കുറേ വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് 2 മണിക്കൂർ നേരത്തേക്ക് നമ്മളിത് കുതിർത്ത് വെക്കണം. 2 മണിക്കൂറിന് ശേഷമാണ് നമ്മൾ റൈസ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് മാറ്റി വെക്കാം. ഇനി മന്തി മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലി ഇട്ട് കൊടുക്കുക, 2 ടേബിൾ സ്പൂൺ ഗ്രാമ്പു, 2 ടേബിൾ സ്പൂൺ ഏലക്ക, 2 ചെറിയ കഷ്ണം കറുവപ്പട്ട, പിന്നെ ജാതിക്കേൻ്റെ കുരു ചെറുതൊരെണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ചുക്കാണ്. ഞാൻ 4 ചെറിയ കഷ്ണം ചുക്കാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക്, പിന്നെ 2 വറ്റൽമുളകും എടുത്തിട്ടുണ്ട്, ഉണക്കമുളക്, പിന്നെ 1/4 ടീസ്പൂൺ വീതം ചെറിയ ജീരകവും വലിയ ജീരകവും, പിന്നെ 2 ബേ ലീവ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതൊക്കെ റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ തണുത്തിട്ടുണ്ട്. ഇനി മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ മന്തി മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് മന്തി ഉണ്ടാക്കാൻ വേണ്ടത് ചിക്കനാണ്. അപ്പോൾ ഞാൻ ഒരു ചിക്കൻ 4 പീസായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ മന്തിയൊക്കെ ഉണ്ടാക്കാൻ തൊലിയോട് കൂടിയുള്ള ചിക്കനാണ് വേണ്ടത്. അപ്പോൾ എനിക്ക് തൊലിയോട് കൂടിയിട്ടുള്ളത് കിട്ടിയില്ല. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ചിക്കനുമേ വരഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ 2 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കാശ്മീരി റെഡ് ചില്ലി പൗഡർ ചേർത്തത്. പിന്നെ മന്തി മസാല 2 ടേബിൾ സ്പൂൺ, നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മന്തി മസാലയിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. പിന്നെ ഒരു നാരങ്ങയുടെ നീരും കൂടി ചേർക്കുക. ഇനിയിപ്പോൾ നാരങ്ങ നീരില്ലാന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്താലും മതി. പിന്നെ വേണ്ടത് മെൽറ്റ് ചെയ്തിട്ടുള്ള 1.5 ടേബിൾ സ്പൂൺ ബട്ടറാണ്. ബട്ടർ ചേർത്ത് കഴിഞ്ഞാൽ ചിക്കൻ നല്ല സോഫ്റ്റ് ആവും. പിന്നെ നമ്മുടെ ചിക്കൻ മന്തി നല്ല ടേസ്റ്റും ആയിരിക്കും കേട്ടോ. അപ്പോൾ മസാലയൊക്കെ നന്നായി ചിക്കനുമേ തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് ചുരുങ്ങിയത് 2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനിയിപ്പോൾ ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. 2 മണിക്കൂറിന് ശേഷമാണ് ഞാനിപ്പോൾ ചിക്കൻ വേവിക്കുന്നത്. ഒരു സ്റ്റീമറിലാണ് കേട്ടോ ചിക്കൻ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള സ്റ്റീമർ തന്നെ വേണമെന്നില്ല. ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഓട്ടപാത്രം എന്തെങ്കിലും വെച്ചിട്ട് ചിക്കൻ ഒന്ന് വേവിച്ചെടുത്താൽ മതി. ആവി കൊള്ളിച്ചെടുക്കണം ചിക്കൻ, അല്ലെങ്കിൽ പുഴുങ്ങിയെടുക്കണം എന്നേ ഉള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിൽ വേവിച്ചെടുക്കുക. അപ്പോൾ ഇനി ഇത് അടച്ച് വെച്ചിട്ട് 45 മിനിറ്റ് വേവിക്കണം. 45 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചിക്കനൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. അപ്പോൾ ചിക്കനിലുള്ള നെയ്യൊക്കെ ഇതിൻ്റെ അടിയിലുള്ള വെള്ളത്തിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഈ വെള്ളത്തിലാണ് റൈസ് വേവിക്കുന്നത്. ഇതിലോട്ട് കുറച്ച് വെള്ളം കൂടി ചേർക്കണം. അപ്പോൾ ഇത് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായി വെന്തിട്ടുണ്ട്, നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ ഇനി കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അതിന് വേണ്ടി 1.5 ടേബിൾ സ്പൂൺ ബട്ടർ ഒരു പാനിലേക്ക് ചേർക്കുക. അപ്പോൾ ബട്ടർ ഇവിടെ മെൽറ്റ് ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. അധിക സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. ഒരു വശം ഒന്ന് മുരിഞ്ഞ് വരുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ പുറമേ ഒന്ന് മൊരിയിപ്പിച്ചെടുക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ കേട്ടോ. ചിക്കനൊക്കെ ഓൾറെഡി വെന്തതാണ്. പിന്നെ നമ്മൾ ഈ രീതിയിൽ മന്തി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ മന്തിക്കൊരു പ്രത്യേക ടേസ്റ്റാണ്. ചിക്കനിലെ ഫ്ലേവറൊന്നും കംപ്ലീറ്റ് ആയിട്ട് നഷ്ടപ്പെടില്ല. ചിക്കൻ കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ചിക്കനൊക്കെ ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. ഇനി റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 4 ഗ്രാമ്പു, 4 ഏലക്ക, ഒരു ചെറിയ കഷ്ണം പട്ട, കറുവപ്പട്ടയാണ് കേട്ടോ, പിന്നെ 10 കുരുമുളക് ഇവ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു ഉണക്കനാരങ്ങ കൂടി ചേർക്കണം. അപ്പോൾ അതിൻ്റെ ഫ്ലേവർ ഇറങ്ങാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹോൾസ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതെല്ലാം ഇവിടെ റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവാള നേരിയതായിട്ട് കട്ട് ചെയ്തതാണ്. അപ്പോൾ സവാള ചേർത്തിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. പിന്നെ ഇതിലേക്ക് 4 പച്ചമുളക് ചേർക്കുന്നുണ്ട്. നെടുകെ കീറൊന്നും വേണ്ട, അങ്ങനെ തന്നെ ഇട്ടാൽ മതി. അപ്പോൾ ഇത് എരിവ് കുറഞ്ഞതായതുകൊണ്ടാണ് ഞാൻ 4 എണ്ണം ചേർത്തത്. നല്ല എരിവുള്ളതൊക്കെ ആണെങ്കിൽ 2 എണ്ണം ചേർത്താൽ മതി. അപ്പോൾ ഇതൊക്കെ ഇവിടെ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മന്തി മസാല ചേർക്കണം. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മന്തി മസാലയിൽ നിന്നും 2 ടീസ്പൂണാണ് ചേർത്തത്. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് ചിക്കൻ സ്റ്റോക്കാണ്. നമ്മൾ ചിക്കൻ പുഴുങ്ങിയെടുത്തല്ലോ, അപ്പോൾ അതിൻ്റെ അടിയിലുള്ള വെള്ളമാണിത്. ഇത് 250 ml കപ്പിന് 2 കപ്പ് വെള്ളമുണ്ട്.
അപ്പോൾ നമ്മൾ ചിക്കൻ വേവിച്ചതിൻ്റെ ഫ്ലേവറും ടേസ്റ്റും അതുപോലെ അതിൽ നെയ്യൊക്കെ ഇതിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലിട്ട് ഇനി റൈസ് വേവിക്കണമെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് 4 കപ്പ് തിളച്ച വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ മൊത്തം 6 കപ്പ് വെള്ളമാണ് കേട്ടോ. ചിക്കൻ സ്റ്റോക്കും വെള്ളം കൂടി കൂട്ടി 6 കപ്പ് വെള്ളം വരും. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ വെള്ളമൊക്കെ ഇവിടെ നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ 2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തെടുത്ത 4 കപ്പ് റൈസാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ചിക്കൻ സ്റ്റോക്കൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ റൈസ് വേവിക്കുന്നത്. അതുകൊണ്ട് തന്നെ റൈസിന് വൈറ്റ് കളർ കിട്ടില്ല കേട്ടോ. ഒരു റെഡ് കളറായിരിക്കും നമ്മുടെ റൈസിന് കിട്ടുക. അതുകൊണ്ട് തന്നെ നമുക്കിനി പ്രത്യേകിച്ച് റെഡ് കളറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ റൈസ് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്, അല്ലാതെ വേവിച്ചിട്ട് ഊറ്റിയെടുക്കുകയല്ല ചെയ്യുന്നത്. അപ്പോൾ അത് കണ്ടിട്ട് വേണം ഉപ്പിട്ട് കൊടുക്കാൻ. ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് അടച്ച് വെച്ച് വേവിച്ചാൽ മതി. നന്നായിട്ട് തിളക്കുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ ഇടുക. അതിനുശേഷം പിന്നെ മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചാൽ മതി. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. വെള്ളമൊക്കെ ഇനിയും കുറേ വറ്റാനുണ്ട്. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ റൈസൊക്കെ ഇപ്പോൾ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ കംപ്ലീറ്റ് വറ്റിയിട്ടുണ്ട്. അപ്പോൾ 2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തത് കൊണ്ട് തന്നെ നമ്മൾ റൈസ് പെട്ടെന്ന് വെന്ത് കിട്ടും. പിന്നെ 1 കപ്പിന് 1.5 കപ്പ് എന്ന രീതിയിലാണ് കേട്ടോ വെള്ളം എടുക്കേണ്ടത്. അപ്പം നല്ല പാകത്തിന് വെന്ത് കിട്ടും റൈസ്. ഇനി നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ചിക്കൻ പീസ് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ സെൻറ്ററിൽ കുറച്ച് ഗ്യാപ്പ് ഇടണം കേട്ടോ. അപ്പോൾ നമുക്ക് ചാർക്കോൾ കത്തിച്ച് വെക്കാനുള്ള ഒരു പാത്രം വെക്കാനുള്ള സ്പേസ് വേണം. അപ്പോൾ ചിക്കനൊക്കെ ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രം ഇതിൻ്റെ സെൻറ്ററിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് കത്തിച്ചിട്ടുള്ള ചാർക്കോളാണ് ഞാൻ വെക്കുന്നത്. ഇനിയിപ്പോൾ ചാർക്കോൾ ഇല്ലാന്നുണ്ടെങ്കിൽ ചിരട്ടക്കനൽ കത്തിച്ച് വെച്ചാലും മതി. എന്നിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് പുകഞ്ഞ് വരും. ഇനി 5 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെക്കുക. ഫ്ലെയിം ഓൺ ചെയ്യണമെന്നില്ല. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചാർക്കോൾ ഇതിൽ നിന്ന് മാറ്റാം. ഇപ്പോൾ നല്ലൊരു സ്മോക്കി ഫ്ലേവർ കിട്ടിയിട്ടുണ്ട് നമ്മുടെ റൈസിനും ചിക്കനും. അപ്പോൾ നമ്മൾ കുഴിയിലൊക്കെ ഉണ്ടാക്കുന്ന അതേ ഫ്ലേവറിൽ നമുക്ക് വീട്ടിൽ തന്നെ മന്തി റെഡിയാക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ചൂടോട് കൂടി തന്നെ ഒരു സെർവിങ് ബൗളിലോട്ട് മന്തി സെർവ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആവിയിൽ ചിക്കനൊക്കെ ആദ്യം തന്നെ വേവിച്ചെടുക്കുന്നതുകൊണ്ട് ചിക്കൻ്റെ ടേസ്റ്റ് ഒന്നും നഷ്ടമാവുന്നില്ല. നല്ല ടേസ്റ്റി ആയിരിക്കും ഈ ചിക്കൻ മന്തിയിലെ ചിക്കന്. ചോറും അത് നല്ല ടേസ്റ്റി ആയിട്ടായിരിക്കും ഇരിക്കുക. അപ്പോൾ നമുക്ക് റൈസിൻ്റെ മുകളിലേക്ക് ചിക്കനും കൂടി വെച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്കിത് മയോണൈസ്, സലാട്ടഹറ എന്നിവയുടെ കൂടെയൊക്കെ സെർവ് ചെയ്യാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ചിക്കൻ മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇനിയും ഇതുപോലുള്ള ഒരുപാട് വെറൈറ്റി റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്